ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിൾ സ്നാക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവാതെ കിട്ടാൻ കൂടെ വരുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പിൽ റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 200 ml കപ്പിലാണ് ഞാൻ റവ അളന്നെടുത്തിട്ടുള്ളത്. നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിപ്പോൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വേണം. വളരെ കുറച്ച് മാത്രമാണ് ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പിഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരളവ് പറയുകയാണെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ ഒക്കെ ഒരു പകുതിയോളം മതിയാവും. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലോട്ടൊരു 1/4 കപ്പോളം ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റവ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെയാണ് 1/4 കപ്പ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ശർക്കരപ്പാനി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്തു. ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തങ്ങെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെക്കാം. റവ നന്നായിട്ട് ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് കിട്ടാനാണ് നമ്മളിതുപോലെ 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. അപ്പോൾ റവയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു പാനിയിൽ കിടന്നിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഒരു സ്നാക്ക് റെഡിയാക്കാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പാടില്ല. പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഓരോ കയ്യിൽ വീതം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഓയിൽ അതിൻ്റെ മേലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് അത് വരുന്നത് കാണാം. അതിനുശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡ് കൂടെ നല്ല ഒരു കളറായിട്ട് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവൂ. കാരണം നമ്മൾ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞിട്ട് പോകും. ഉൾവശമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി എനാബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്